ADGP MR അജിത് കുമാറിനെതിരായ ആരോപണങ്ങൾ അന്വേഷിക്കുന്ന പ്രത്യേക സംഘത്തിന്റെ ആദ്യ യോഗം അല്പസമയത്തിനകം ചേരും. 12:30 പോലീസ് ആസ്ഥാനത്താണ് യോഗം. വിഷയത്തിൽ അന്വേഷണ രീതികൾ സംബന്ധിച്ച യോഗത്തിൽ തീരുമാനിക്കും. അതേസമയം പത്തനംതിട്ട SP ആയിരുന്ന സുജിത് ദാസ് ഇന്ന് DGPയെ കാണും. പുതിയ തസ്തികയെക്കുറിച്ച് ഇന്ന് തീരുമാനമുണ്ടായേക്കും. VV വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. വിനോദ്, വളരെ ഗൗരവമുള്ള അന്വേഷണമാണ്. ഒരു ADGPക്കെതിരെയാണ് അന്വേഷണം നടത്തേണ്ടത്. ഏത് രീതിയിലാണ് അന്വേഷണ രീതി എന്നതൊക്കെ ഈ യോഗത്തിന്റെ അജണ്ടയല്ലേ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അശ്വതി, ഗൗരവമുള്ള സാഹചര്യം എന്നതിനൊപ്പം തന്നെ അസാധാരണമായ നടപടികളാണ്. ഒരു ക്രൈം ലോ ആൻഡ് ഓർഡർ ADGPക്കെതിരെ തന്നെ ഒരു കുറ്റകരമായ ആരോപണങ്ങൾ, അതിന് ആ സംഭവത്തിലാണ് ഇപ്പോൾ ഈ അന്വേഷണം പ്രഖ്യാപിക്കുകയും അതിൻ്റെ ആദ്യ യോഗം ചേരുകയും ചെയ്യുന്നത്. പോലീസ് ആസ്ഥാനത്താണ് യോഗം. 2 SP-മാർ ഇതിനകം തന്നെ പോലീസ് ആസ്ഥാനത്തേക്ക് എത്തിയിട്ടുണ്ട്. DGP തന്നെ നേരിട്ട് ഇതിന് അന്വേഷണം നേതൃത്വം നൽകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DGPയും ADGPയും കഴിഞ്ഞ കുറേ കാലമായി അത്ര രസത്തിലല്ല. ADGP സൂപ്പർ DGP ചമയുന്നു എന്ന ആരോപണം സേനയ്ക്കുള്ളിൽ തന്നെയുണ്ട്. പലപ്പോഴും DGPയുമായി ആലോചിക്കാതെ സർക്കുലറുകളും മറ്റ് ഉത്തരവുകളും പുറത്തിറക്കിയിരുന്നു. ഇതിനെതിരെ DGP തന്നെ നിലപാടെടുത്തു. അങ്ങനെയുള്ള നടപടികൾ പാടില്ല. നേരത്തെ ADGP ഇറക്കിയ ചില ഉത്തരവുകൾക്ക് മേൽ DGPയുടെ തിരുത്തലുകൾ ഉണ്ടാവുകയും ചെയ്തു. DGP സ്ഥലത്തില്ലാത്ത സമയത്ത് ADGP ഇങ്ങനെ ഉത്തരവുകൾ ഇറക്കുന്നുവെന്ന ഒരു ആരോപണം, അതായത് സൂപ്പർ DGP ചമയുന്നു എന്ന ഒരു സമയത്ത് തന്നെയാണ് ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP വലിയ വിവാദത്തിലേക്ക് ചെന്നെത്തി നിൽക്കുന്നത്. സ്വർണ്ണക്കടത്ത്, അതോടൊപ്പം തന്നെ ലഹരി കടത്ത് സംഘങ്ങൾ, അത് ഈ സിന്തറ്റിക് ഡ്രഗ് ഉൾപ്പെടെയുള്ള സംഘങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു, കൊലപാതകം നടത്തുന്നതിൽ അദ്ദേഹത്തിന് അറിവുണ്ടായിരുന്നു തുടങ്ങിയ ആരോപണങ്ങൾ ഒരു ഭരണപക്ഷ MLA തന്നെ ഉന്നയിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് സർക്കാർ ഉത്തരവിടുകയും ചെയ്ത സാഹചര്യം. ADGP ലോ ആൻഡ് ഓർഡർ ADGP എന്ന നിലയിൽ തന്നെ തുടരുകയാണ്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് അദ്ദേഹത്തെ മാറ്റിയിട്ടില്ല. സുജിത് ദാസ് SP, നേരത്തെ മലപ്പുറത്ത് SP ആയിരുന്നു, ഇപ്പോൾ പത്തനംതിട്ട SP ആയിരിക്കുകയാണ്. തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയത്. ഇന്ന് സുജിത് ദാസും DGPയുടെ മുൻപിൽ എത്തുന്നുണ്ട്. ഇനിയുള്ള ചുമതല എന്ത് എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകേണ്ടതുണ്ട്. ഇപ്പോൾ മറ്റ് ചുമതലകളൊന്നും നൽകിയിട്ടില്ല. PV അൻവർ തൻ്റെ ആരോപണവുമായി മുന്നോട്ട് പോവുകയാണ്. ഒരുപക്ഷെ PV അൻവറിനെ തള്ളിക്കൊണ്ട് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു എന്നതിനപ്പുറത്തേക്ക് 2 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടായില്ല എന്നത് PV അൻവറിനെ സംബന്ധിച്ച് നിരാശയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിനുശേഷം ഒരു വെടിനിർത്തൽ എന്ന നിലയ്ക്ക് പോയെങ്കിൽ കൂടിയും ഇന്ന് രാവിലെയും പാർട്ടി സെക്രട്ടറിയെ കണ്ട് തൻ്റെ പരാതികൾ PV അൻവർ അവതരിപ്പിച്ചു. ഇവിടെയാണ് ഇനി അജിത് കുമാറിൻ്റെ ഭാവി എന്ത് എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമായി മാറുന്നത്. ഇതിൽ അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും മുഖ്യമന്ത്രിയുടെ നിലപാടിനെ പ്രതിപക്ഷം വിമർശിക്കുകയാണ്. ആത്മാർത്ഥതയില്ലാത്ത അന്വേഷണം എന്ന വിമർശനം പ്രതിപക്ഷം മാത്രമല്ല, ഇങ്ങനെ പ്രഹസനമായി അന്വേഷണം മാറിയാൽ, കുറ്റവാളികൾ രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ വെളിപ്പെടുത്തൽ ഉണ്ടാകുമെന്ന സൂചന അൻവറും നൽകുന്നുണ്ട്. DGPയാണ് മേൽനോട്ടം നൽകുന്നത്. അതുമാത്രമാണ് ഈ അന്വേഷണ സംഘത്തിൽ ഈ പരാതിക്കാർക്ക് പ്രത്യാശ നൽകുന്ന ഏക കാര്യം. കാരണം അതിനുശേഷം വരുന്നതെല്ലാം അദ്ദേഹത്തിന് താഴെ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ്. അതായത് ADGP റാങ്കിന് താഴെയുള്ള ആളുകളാണ്. IG സ്പർജൻ കുമാർ, അദ്ദേഹം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറാണ്. സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ SP ഉണ്ട്, ക്രൈം ബ്രാഞ്ചിൻ്റെ SP ഉണ്ട്, തൃശ്ശൂർ റേഞ്ച് DIG. ഇങ്ങനെ ADGP റാങ്കിന് താഴെയുള്ള ഉദ്യോഗസ്ഥരാണ്. ഈ ഉദ്യോഗസ്ഥരുടെ യോഗമാണ് ഇന്ന് ചേരുന്നത്. മാത്രമല്ല, ഈ ഉദ്യോഗസ്ഥർക്കുള്ള ചുമതലകൾ ഇന്ന് വിഭജിച്ച് നൽകുകയും ചെയ്യും. ഗുരുതരമായ സാമ്പത്തിക ആരോപണം അജിത് കുമാർ നേരിടുന്നുണ്ട്. കവടിയാറിൽ അദ്ദേഹം നിർമ്മിക്കുന്ന വീടുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇതിൻ്റെ സാമ്പത്തിക സ്രോതസ്സ്. അത് എവിടെ നിന്നാണ്? അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായി ബന്ധപ്പെട്ട ഫോൺ കോളുകൾ, അതും ഒരു ഗുരുതരമായ കാര്യമായാണ് അൻവർ ഉന്നയിക്കുന്നത്. ഭീകര സംഘങ്ങളുമായുള്ള ബന്ധം, ഇത്തരത്തിൽ ഒരു ലോ ആൻഡ് ഓർഡർ ADGP എന്ത് ആണോ സ്റ്റേറ്റിൽ നടപ്പാക്കേണ്ടത് അതിന് വിരുദ്ധമായ കാര്യങ്ങൾ അത് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ തന്നെ നടക്കുന്നുവെന്ന ആരോപണം. അവിടെയാണ് ഈ അന്വേഷണം പ്രസക്തമാകുന്നത്. ഈ യോഗം നിർണായകമായ ഒരു യോഗം തന്നെയാണ്. കാരണം ഈ അധികാരങ്ങൾ അല്ലെങ്കിൽ അന്വേഷണത്തിൻ്റെ ചുമതലകൾ അത് പങ്കുവെച്ച് കൊടുക്കുകയാണ്. പക്ഷേ ഈ ഉദ്യോഗസ്ഥർക്ക് ഇക്കാര്യത്തിൽ എത്രമാത്രം പ്രവർത്തിക്കാൻ കഴിയും എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ഒരു SPക്കോ അല്ലെങ്കിൽ ക്രൈം ബ്രാഞ്ചിൻ്റെ ഒരു SPക്കോ ADGPയിൽ നിന്ന് വിശദവിവരങ്ങൾ തേടാൻ കഴിയുമോ? അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്ന് വിശദാംശങ്ങൾ തേടാൻ കഴിയുമോ? അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ഉറവിടം സംബന്ധിച്ച കാര്യങ്ങൾ അത് വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കാൻ കഴിയുമോ? മൊഴിയെടുക്കൽ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ അക്കാര്യങ്ങളിലേക്ക് പോകാൻ കഴിയുമോ എന്നതാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. മറ്റൊരു കാര്യം, ADGP റാങ്കിലെങ്കിലുമുള്ള ഉദ്യോഗസ്ഥരെ ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയാൽ ഒരുപക്ഷെ കൂടുതൽ വരുന്ന വാർത്ത മലപ്പുറം SP